മുതൽ ചെരുപ്പ് വരെ സ്വർണം മാത്രം ധരിച്ചു നടക്കുന്ന ഒരു മനുഷ്യൻ. ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ 5 കിലോ സ്വർണമെങ്കിലും വേണം ഈ മനുഷ്യന്. ഓടിക്കുന്നത് സ്വർണ്ണ ബുള്ളറ്റ്. തലപ്പാവിലും വസ്ത്രങ്ങളിലും അടക്കം സ്വർണം. കേൾക്കുമ്പോൾ കൗതുകം തോന്നാം. കാരണം സ്വർണത്തിനായി പിടിച്ചുപറിയും കൊള്ളയും കൊലപാതകവും ഒക്കെ നടക്കുന്ന നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും ഇട്ട് ഒരു മനുഷ്യനിങ്ങനെ തെരുവീഥികളിലൂടെ ഒരു കൂസലുമില്ലാതെ ബുള്ളറ്റും ഓടിച്ചു പോകുന്നത് അല്ലെങ്കിൽ നടന്നു പോകുന്നത്. എന്തായാലും കക്ഷി ഇതാണ്. ഒരു ദിവസം പുറത്തിറങ്ങാൻ 5 കിലോ സ്വർണമെങ്കിലും വേണം. ആവേശം സിനിമയിലെ രംഗണ്ണൻ സ്റ്റൈലിൽ അരിപ്രാഞ്ചിയെ പോലെ നടക്കുന്ന ഇദ്ദേഹത്തിന്റെ പേര് പ്രേംസിംഗ്. ബീഹാർ സ്വദേശിയാണ്. ബീഹാറുകാർക്ക് ഇദ്ദേഹം സ്വർണ്ണ മനുഷ്യനാണ്, സാക്ഷാൽ ഗോൾഡൻ മാൻ. ബീഹാറിലെ തെരുവുകളിലൂടെ തന്റെ സ്വർണം പൂശിയ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൽ പ്രേംസിംഗ് സഞ്ചരിക്കും. താൻ നിലവിൽ 5.4 കിലോ സ്വർണമാണ് ധരിച്ചിരിക്കുന്നതെന്ന് അടുത്തിടെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന വലിയ ചെയിനുകളാണ് ഒറ്റ നോട്ടത്തിൽ മുഖ്യ ആകർഷണം. അദ്ദേഹത്തിനൊപ്പം സെൽഫി എടുക്കാൻ ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നുണ്ട്. പലതരം മോതിരങ്ങൾ, വളകൾ എന്നിവയടക്കം കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് ഇദ്ദേഹം അണിഞ്ഞിരിക്കുന്നത്. ബുള്ളറ്റിന്റെ ബോഡിയിൽ യഥാർത്ഥ സ്വർണം തന്നെയാണ് പൂശിയിരിക്കുന്നത്. ഇതിന് മാത്രം 12 ലക്ഷത്തോളം രൂപയാണ് ചിലവ് വന്നിരിക്കുന്നത്. കൂടാതെ ഇദ്ദേഹം ധരിച്ചിരിക്കുന്ന തലപ്പാവ്, കണ്ണട, ഷൂസ്, കയ്യിലുള്ള മൊബൈൽ എന്നിവയിലെല്ലാം സ്വർണത്തിന്റെ സാന്നിധ്യവുമുണ്ട്. ഇത്രയും സ്വർണം ധരിച്ച് പുറത്തിറങ്ങുന്ന ഇദ്ദേഹത്തിനൊപ്പം സെൽഫി എടുക്കാൻ എപ്പോഴും ആളുകളുടെ തിരക്കാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷയ്ക്കായി പ്രേംസിംഗിനൊപ്പം എപ്പോഴും 4 ബോഡി ഗാർഡ്മാരാണുള്ളത്. പ്രത്യേകിച്ച് സ്വർണത്തിന്റെ വില കൂടിയ ഈ സമയത്ത് തന്നെ ഒരു പേടിയുമില്ലാതെയാണ് പ്രേംസിംഗ് ബീഹാറിലെ തെരുവീതികളിലൂടെ ഇത്രയും സ്വർണവും ഇട്ടുകൊണ്ട് നടക്കുന്നത്. ബീഹാറിലെ ഭോജ്പൂർ ജില്ലക്കാരനായ പ്രേംസിംഗ് തനിക്ക് ചെറുപ്പം മുതൽ സ്വർണത്തോട് വലിയ അഭിനിവേശമാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. തുടക്കത്തിൽ 50 ഗ്രാം എന്ന ചെറിയ തോതിലാണ് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞു തുടങ്ങിയത്. പിന്നീടത് ഒരു പാഷനായി മാറി. തന്റെ സ്വർണമെല്ലാം സത്യസന്ധതയോടെ നേടിയതാണെന്നും എല്ലാത്തിനും കൃത്യമായ കണക്കുകൾ ഉണ്ടെന്നും ഇക്കാരണത്താൽ തന്നെ ആദായ നികുതി പോലെ നിയമപരമായ ഒരു കാര്യത്തിലും തനിക്ക് ഭയമില്ല എന്നുമാണ് പ്രേംസിംഗ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു ഭൂവുടമയായ പ്രേംസിംഗ് ഒരു കോൺട്രാക്ടർ കൂടിയാണ്. താൻ ബീഹാറിലെ ആദ്യത്തെ സ്വർണ്ണ മനുഷ്യനും രാജ്യത്തെ രണ്ടാമനുമാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. 1ാം സ്ഥാനത്തുള്ള വ്യക്തി 7 മുതൽ 8 കിലോ സ്വർണ്ണമാണത്രേ എല്ലാ ദിവസവും അണിയുന്നത്. ഇത് മറികടന്ന് 1ാം സ്ഥാനത്തെത്താൻ 8 കിലോ സ്വർണം ധരിക്കാനാണ് താൻ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറയുന്നു. ഇതിനായി തന്റെ വരുമാനത്തിൽ കൂടുതലും സ്വർണം വാങ്ങി അദ്ദേഹം മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്പറഞ്ഞ പ്രേംസിംഗിന് ഒരു ലക്ഷ്യമുണ്ട്. അതായത് ഈ പറഞ്ഞതുപോലെ ഒരു ഗോൾഡൻ മാൻ ഓഫ് ദ കൺട്രി എന്ന ബഹുമതി നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിനായി നിരവധി സ്വർണം വീണ്ടും വീണ്ടും കൂട്ടിവെച്ച് കാത്തിരിക്കുകയാണ് പ്രേംസിംഗ് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ.